ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് NCERT-യുടെ ബാക്കി ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ് കേട്ടോ. പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് +1-ന്റെ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 മാർക്കിനാണ് നമുക്ക് PSC എക്സാമിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഈ NCERT-യിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഞാനിന്ന് വിചാരിച്ചു പൊളിറ്റിക്കൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് നമ്മൾ എക്കണോമിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുള്ളവർ നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ആവശ്യമുള്ളവർ നോക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോൾ എന്താണ് തുടക്കം എന്ന് പറയുന്നത്? അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ബുക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പൊ ബുക്കിൽ എന്താണോ ഉള്ളത് ഞാൻ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതിനപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പൊ എനിക്ക് പഠിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അത് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. ഒരു ബുക്കും പെന്നും എടുത്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എഴുതിയെടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭരണഘടനയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ചുമതലകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക. എന്താണ്? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ആദ്യത്തെ ചുമതല. ഓക്കെ, ആദ്യത്തെ ചുമതല. രണ്ടാമത്തെ എന്താണ്? സമൂഹത്തില് തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നു. ഒരു ഭരണഘടന ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നിയതുപോലെ ആയിരിക്കില്ലേ അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് ആർക്കാണെന്ന് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്തത് എന്താണ്? തങ്ങളുടെ പൗരനുമേൽ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് മേൽ പരിധി നിശ്ചയിക്കുന്നു. ഈ പരിധികൾ മൗലികമാണ്. ഗവൺമെന്റ് ഒരിക്കലും അവ ലംഘിക്കുവാൻ പാടില്ല. ഒരു ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ അധികാരികളുണ്ട് എന്ന് വെച്ച് ഒരു സാധാരണ ആയിട്ടുള്ള ഒരു പൗരന് മേൽ അവർക്ക് തോന്നിയതുപോലെ നിയമങ്ങൾ ചുമത്താനോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാനോ കഴിയോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന കുറെ അവകാശങ്ങളുണ്ട്. അത് പ്രകാരം മാത്രമാണ് ഇവിടുത്തെ നിയമത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൗരനുമേൽ ഗവൺമെന്റ് ചുമത്താവുന്ന അധികാരത്തിന് മേൽ പരിധി നിശ്ചയിക്കുന്നു. തോന്നിയതുപോലെ അവർക്ക് കേസെടുക്കാനോ നമ്മളെ അകത്തിടാനോ ഒന്നും പറ്റില്ല. ഇത് മൗലികമാണ്. ഗവൺമെന്റ് ഒരിക്കലും അവ ലംഘിക്കുവാൻ പാടില്ല. ഗവൺമെന്റിന് അത് ലംഘിക്കുവാനുള്ള അധികാരം ഇല്ല. ഓക്കെ, അടുത്ത എന്താണ്? സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റിന് പ്രാപ്തമാക്കുക. അതായത് സമൂഹത്തിന് വേണ്ടത് എന്താണെന്നുള്ളത് നോക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റ് പ്രാപ്തമാക്കുക. ഇതാണ് ഭരണഘടനയുടെ ചുമതലകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ NCERT-യിൽ കൊടുത്തിട്ടുള്ള ഭരണഘടനയുടെ ചുമതലകൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 4 പഠിക്കണം. ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് 3 തന്നിട്ട് വേറൊരെണ്ണം തെറ്റ് കൊടുത്തിട്ട് ചോദിക്കാനും മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന നിയമങ്ങൾ, നയങ്ങൾ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ, നയങ്ങൾ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിലാണ്. ഓക്കെ, അപ്പോ NCERT പ്രകാരം ഒരു പൗരന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഒരു പൗരന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യാനും ചില അവസരങ്ങളിൽ പരിമിതപ്പെടുത്താവുന്ന സാഹചര്യങ്ങളും ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ്? ചില അവസരങ്ങളിൽ ഇത് റദ്ദു ചെയ്യാൻ കഴിയും, ചില അവസരങ്ങളിൽ ഇത് പരിമിതപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ആദ്യത്തേതിൽ പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന. ഓക്കെ, അവിടുത്തെ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് അനേകം ഉത്തരവാദിത്തങ്ങൾ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് അവരുടെ അനേകം ഉത്തരവാദിത്തങ്ങൾ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? പരിസ്ഥിതി പരിപാലനം, ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കുവാൻ അത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഓക്കെ, എന്താണ്?
ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന അനേകം ഉത്തരവാദിത്തങ്ങൾ അല്ലെ, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് അവിടുത്തെ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി പരിപാലനം, ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കാൻ അത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത എന്താണ്? ഇന്തോനേഷ്യ അല്ലെ. ഇന്തോനേഷ്യൻ ഭരണഘടന ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കുവാനും നടപ്പാക്കുവാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഇന്തോനേഷ്യൻ ഭരണഘടന ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കുവാനും നടപ്പാക്കാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും ഈ ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്താണ്? പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും ഈ ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് തയ്യാറാക്കിയത് എപ്പോഴാണ്? 1946 ഡിസംബറിലും 1949 നവംബറിനും ഇടയ്ക്ക് പ്രവർത്തിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ. ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അത് പ്രവർത്തിച്ച കാലയളവ് എന്നാണ്? 1946 ഡിസംബറും 1949 നവംബറിനും ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം ആദ്യത്തെ സമ്മേളനം അല്ലെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ഓഗസ്റ്റ് 14 വീണ്ടും സമ്മേളിച്ചു. രണ്ടാമത് സമ്മേളിച്ചത് എപ്പോഴാണ്? ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ഓഗസ്റ്റ് 14 വീണ്ടും സമ്മേളിച്ചു. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഓക്കെ, ഇതൊരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എന്താണ്? അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആൻസർ എന്താണ്? പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. എന്ത് പ്രകാരം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്ത എന്താണ്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അല്ലെ. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. 1:2 എമൗണ്ട് കൊടുത്തിരിക്കുന്നുണ്ട് എന്നതായിരുന്നു ഏകദേശം അനുപാതം. ഇതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ബ്രിട്ടന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ അല്ലെ, ബ്രിട്ടീഷ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ 292 അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളും അനുവദിച്ചു അല്ലെ. എന്താണ്? 292 അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളും അനുവദിച്ചു. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകൾ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ആനുപാതിക പ്രാതിനിധ്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അല്ലെ, സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം. അതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. അപ്പൊ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യ പാക്കിന്റെ വിഭജന ഫലമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 ആയിട്ട് കുറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യ പാക് വിഭജനം നടന്നതോട് കൂടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 ആയിട്ടാണ് കുറഞ്ഞത്. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. 1950 ജനുവരി 24 284 പേരാണ് ഔദ്യോഗികമായിട്ട് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത് അല്ലെ. 1950
ജനുവരി 24 ഭരണഘടന ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 284. ഓക്കെ, അടുത്ത എന്താണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് അല്ലെ? റിപ്പബ്ലിക് ഡേക്കാണ് ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നത് എന്താണ്? 1950 ജനുവരി 26. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. സാർവത്രിക വോട്ടവകാശം അടിസ്ഥാനമാക്കിയല്ല. ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തതെന്ന്. ഒരിക്കലും അല്ല. സാർവത്രിക വോട്ടവകാശം അടിസ്ഥാനമാക്കിയല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്തത് എന്താണ്? പട്ടിക വിഭാഗം അല്ലെ? പട്ടിക വിഭാഗത്തിൽ നിന്നും 28 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പട്ടിക വിഭാഗത്തിൽ നിന്നും എത്ര അംഗങ്ങളാണ് നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? 28 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് അന്ന് ലഭിച്ച സീറ്റ് എന്ന് പറയുന്നത് 82%. കോൺഗ്രസിന് ലഭിച്ച സീറ്റ് എത്രയാണ്? 82%. ഓക്കെ, ഇപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമയത്ത് ഭിന്ന അഭിപ്രായങ്ങൾ അല്ലെ, അതായത് പലതരം അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പാസ്സാക്കപ്പെട്ട ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശമാണ്. എന്താണ്? സാർവത്രിക വോട്ടവകാശമാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് ഒരു നിശ്ചിത പ്രായമെത്തിയ അല്ലെ, ഒരു നിശ്ചിത പ്രായമെത്തിയ എല്ലാ പൗരന്മാർക്കും മതം, ജാതി, വിദ്യാഭ്യാസം, ലിംഗവ്യത്യാസം, വരുമാനം എന്നിവയൊന്നും പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നാണ് അതിന് അർത്ഥം. എന്താണ് പ്രായപൂർത്തി? നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് എന്താണ്? നിശ്ചിത പ്രായമെത്തിയ എല്ലാ പൗരന്മാർക്കും മതം, ജാതി, വിദ്യാഭ്യാസം, ലിംഗവ്യത്യാസം, വരുമാനം എന്നിവയൊന്നും പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെല്ലാം വോട്ടവകാശം നൽകണം എന്നുള്ളത് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ല അല്ലെ? എന്താണ്? പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് 8 കമ്മിറ്റികൾ അല്ലെ? എത്രയാണ് ഉണ്ടായത് ചോദിച്ചിട്ടുണ്ടാണ് കേട്ടോ. എത്രയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്? 8 പ്രധാന കമ്മിറ്റികൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ BR അംബേദ്കർ. ഇന്ന് 5 പേര് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന പ്രധാന കമ്മിറ്റികളാണ് 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭഭായ് പട്ടേൽ, മൗലാന ആസാദ്, ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആൾക്കാരുടെയാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അസംബ്ലി എന്ന് പറയുന്നത് 2 വർഷത്തിനും 11 മാസത്തിനും ഇടയിൽ 166 ദിവസങ്ങൾ യോഗം ചേർന്നു. എന്താണ്? അസംബ്ലി 2 വർഷത്തിനും 11 മാസത്തിനും ഇടയിൽ 166 ദിവസങ്ങൾ യോഗം ചേർന്നു. ഈ യോഗങ്ങളിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിച്ചിരുന്നു അല്ലെ? ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് ഇത്? നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പ്രകാരം പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ആൻസർ എന്താണ്? ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഓക്കെ, ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും. ഓക്കെ, എന്താണ്? ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും. യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമോ ആയ പ്രദേശങ്ങളെ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളെയും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളാക്കുകയും ഗവൺമെന്റിന്റെ ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. ഓക്കെ, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം, നിയമത്തിന് മുന്നിലെ തുല്യത, സംസാരിക്കുവാനും പ്രകടിപ്പിക്കാനും
പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം. ഓക്കെ, റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശമായ അഖണ്ഡതയും കര, കടൽ, ആകാശം എന്നിവയുടെ മേലെ അതിനുള്ള പരമാധികാര അവകാശങ്ങൾ നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം. ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായിട്ടും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും. ഇതായിരുന്നു ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ സ്ഥാപനങ്ങൾക്കിടയിൽ ശരിയായ സന്തുലനം രൂപപ്പെടുത്തുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ ധാരാളം സമയം ചെലവഴിക്കുകയുണ്ടായി. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും അധികാരം വിഭജിച്ചു നൽകി അല്ലെ. അതായത് നൽകുന്ന പാർലമെന്ററി വ്യവസ്ഥയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിടുന്ന ഫെഡറൽ സമ്പ്രദായം സ്വീകരിക്കുന്നതിന് ഇത് ഇടയാക്കി. എന്താണ്? നമ്മളുടെ നിയമനിർമ്മാണ വിഭാഗം, നിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ സ്ഥാപനങ്ങൾക്കിടയിൽ ശരിയായ സന്തുലനം രൂപപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭ ധാരാളം സമയം ചെലവഴിക്കുകയുണ്ടായി. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും അധികാരം വിഭജിച്ചു നൽകുന്ന പാർലമെന്ററി വ്യവസ്ഥയും അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ ഒരു കോമയുണ്ട്. അതായത് അധികാരം വിഭജിച്ചു നൽകുന്ന പാർലമെന്ററി വ്യവസ്ഥയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അധികാരം പങ്കിടുന്ന ഫെഡറൽ സമ്പ്രദായവും സ്വീകരിക്കുന്നതിന് ഇത് ഇടയാക്കി. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊണ്ട രാജ്യങ്ങൾ ആണ് അവരുടെ എന്തൊക്കെയാണ് നമ്മൾ അവരിൽ നിന്നും കടം കൊണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെ, എന്താണ്? FPTP, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. എന്തൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. ഓക്കെ, ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രനയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? രാഷ്ട്രനയവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തത്വങ്ങൾ. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തത്വങ്ങൾ. ഓക്കെ, അടുത്ത എന്താണ്? അമേരിക്കൻ ഭരണഘടന അല്ലെ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? മൗലിക അവകാശത്തെ കുറിച്ചുള്ള അധ്യായം, നീതിന്യായ പുനഃപരിശോധനാധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ്? മൗലിക അവകാശത്തെ കുറിച്ചുള്ള അധ്യായം, നീതിന്യായ പുനഃപരിശോധനാധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം. ഓക്കെ, കനേഡിയൻ ഭരണഘടനയെ കുറിച്ചോ? അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം, അവശിഷ്ടാധികാരം എന്ന ആശയം. എന്തൊക്കെയാണ്? അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം, അവശിഷ്ടാധികാരം എന്ന ആശയം. ഇതാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ +1 ആദ്യത്തെ ചാപ്റ്ററിൽ അല്ലെ, പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. കാരണം വായിച്ച് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാപ്റ്റർ എടുത്ത് വായിച്ച് പഠിക്കുന്ന അത്ര നല്ല സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേറൊരു ദിവസം വേറൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.